ഹലോ ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ ഫൈറ്റർ സിനിമ കണ്ടിരിക്കുകയാണ്. സിനിമ സംവിധാനം ചെയ്ത സിദ്ധാർത്ഥ് ആനന്ദാണ്. അതായത് വാർ, പത്താൻ പോലുള്ള സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടറാണ്. സിനിമയിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് ഋത്തിക് റോഷൻ, അനിൽ കപൂർ, പിന്നെ ദീപിക പടുക്കോണെയാണ്. മറ്റു കഥാപാത്രങ്ങളായിട്ട് ഒരുപാട് പേരുണ്ട്. ഇനി സിനിമ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, കിടിലൻ സിനിമയാണ്. ഗംഭീര സിനിമ എന്ന് വെച്ചാൽ ഗംഭീര സിനിമയാണ്. മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ച് സിനിമയാണ്. സിനിമാറ്റോഗ്രാഫി കൂടി നന്നായിട്ടുണ്ട്, ഓരോ ഫ്രെയിം കൂടി നന്നായിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് CG പിന്നെ VFX വർക്കാണ്. ഒരു രക്ഷയില്ല, മൈൻഡ് ബ്ലോയിങ് CG വർക്ക്സ് ആണ്. ആ എയർ സ്ട്രൈക്ക് സീൻസ് ഒക്കെ നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പെർഫോമൻസ് ഋത്തിക് റോഷൻ, ആ എൻട്രി സ്വാഗ് ഒക്കെ വേറെ ലെവലായിട്ടുണ്ട്. ഇനി പിന്നെ ദീപിക പടുക്കോണെ, അനിൽ കപൂർ കൊടുത്ത ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. മ്യൂസിക് നന്നായിട്ടുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് ഒന്നും പറയാനില്ല, അത്രയ്ക്ക് നന്നായിട്ടുണ്ട്. ആ വന്ദേ മാത്രം ബീജം ഒക്കെ കേൾക്കുമ്പോൾ റോമാഞ്ചിഫിക്കേഷൻ ആയിരുന്നു. പിന്നെ സിനിമയിൽ പുൽവാമ അറ്റാക്കിന്റെ സീൻസ് ഒക്കെ ഉണ്ടോ നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഈ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ, കുറെ ചെറിയ ഹ്യൂമർസ് ഇതൊക്കെ ആയിട്ട് പോകുന്നു. ഫസ്റ്റ് ഹാഫ് നന്നായിരുന്നു. ഇന്റർവൽ വാസ് റിയലി നൈസ് ആണ്. പിന്നെ സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല, കിടിലൻ സെക്കൻഡ് ഹാഫ് ആണ്. ആ എയർക്രാഫ്റ്റിലെ ഫൈറ്റ് സീക്വൻസ്, പിന്നെ ക്ലൈമാക്സിൽ ജയിന്ന് വിളിയൊക്കെ കേൾക്കുമ്പോൾ റോം എണീച്ച് കഴിഞ്ഞിട്ട് സല്യൂട്ട് അടിക്കുന്ന പോലെ തോന്നിയുണ്ട്. അത്രയ്ക്ക് കിടിലൻ സെക്കൻഡ് ഹാഫ് ആണ്. ഓവറോൾ സിനിമ ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് ഫൈറ്റർ. എനിക്ക് സിനിമ പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമ കാണാത്തവരെണ്ണം പോയിട്ട് കണ്ടോളി. ഒരു നല്ല എൻഗേജിംഗ് ഉള്ള, എമോഷണലി ടച്ച് ചെയ്യുന്ന സീൻസ് ഒക്കെ ഉള്ള സിനിമയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത റിവ്യൂ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ആക്കി അത്ര 1K സബ്സ്ക്രൈബർ ആവും. സപ്പോർട്ട് ആക്കണേ ഗൈസ്. അപ്പോൾ ബൈ.